ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡെയിലി വ്ളോഗ് ഡേ 21. ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ജോട്ടോയുടെ മരണ വാർത്ത അറിഞ്ഞുകൊണ്ടാണ്. ലിവർപൂളിൻ്റെ കൂടെ ഈ സീസണിലെ പ്രീമിയർ ലീഗും പോർച്ചുഗലിൻ്റെ കൂടെ നാഷണൽ ലീഗും ചാമ്പ്യൻസ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫിലും പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് വളരെ സന്തോഷമായി പോകുന്ന സമയത്താണ് അൺഎക്സ്പെക്റ്റഡായി അദ്ദേഹത്തിൻ്റെ വിയോഗം എത്തുന്നത്. അതർ സൈഡിൽ ഇന്ത്യയുടെ ഡെബ്യൂട്ടൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള ശുഭൻ ഗില്ല് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് പുറത്ത് ഏറ്റവും മികച്ച സ്കോർ നേടിയിട്ടുള്ള ബാറ്റ്സ്മാനായി മാറുകയും ടീമിനെ ഡ്രൈവിംഗ് പൊസിഷനിൽ എത്തിക്കുകയും ചെയ്യുന്നു. അതും കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് നമ്മുടെ പിള്ളേരെ കളി കാണാൻ പോയത്. ഇഞ്ചുറി ഉള്ളതുകൊണ്ട് തന്നെ കളിക്ക് ഫുൾ റിക്കവറായിട്ട് തിരിച്ചിറങ്ങാൻ പറ്റിയിട്ടില്ല. പുറത്തുനിന്ന് കളി കാണാൻ വലിയ സുഖമല്ല, എന്നാലും കളി കാണാൻ എന്നുള്ള രീതിയിൽ വീണ്ടും എത്തി പിള്ളേരെ കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല ഗെയിമായിരുന്നു, നല്ല മാച്ചായിരുന്നു രണ്ട് ടീമിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം മാച്ച് കഴിയുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് എത്തി. കളിയൊക്കെ കണ്ടതിന് ശേഷം കളീനെ കുറിച്ചൊക്കെയുള്ള പതിവ് സംസാരങ്ങളൊക്കെ കൂടി ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മളെ ഖജാഞ്ചി കളിച്ച് ആകെ ടയേർഡായി കിടക്കുക. അപ്പോൾ ഇന്ന് കാശ് പിരിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളെ തേടി വന്നു. അങ്ങനെ നടന്ന് കാശ് പിരിച്ച് അപ്പോഴാണ് നമ്മൾ ഖജാഞ്ചിയുടെ വില മനസ്സിലാവുന്നത്. കാശൊക്കെ പിരിച്ച് എല്ലാവരോടും കുറച്ച് ചത്ത് കളിച്ചതിന് ശേഷം ഗ്രൗണ്ട് ബെഡാക്കിയ ഹാഫീസിനെ പൊക്കിയെടുത്ത് നമ്മൾ നേരെ പോയി വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനാണ്. ഭക്ഷണം കഴിക്കാൻ പോയതാണെങ്കിലും നമ്മളെ ശ്രദ്ധ മൊത്തം അമീൻ മന്നൻ്റെ ഡയമണ്ട് നെക്ലേസിൻ്റെ ഒരു ഗീവ് അവേ ഉണ്ടായിരുന്നു. അതും പ്രതീക്ഷിച്ചിരുന്നു. കുറേ നേരം നമ്മൾ അത് തന്നെ നോക്കിയിരുന്നു. ഓരോ പ്രാവശ്യം വിന്നർ ഫോളോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഡിസ്ക്വാളിഫൈ ചെയ്യുമ്പോഴും അടുത്ത പ്രതീക്ഷ നമ്മളെ തേടിയെത്തും എന്നുള്ള പ്രതീക്ഷയിൽ കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് കിട്ടില്ല എന്ന്. അവസാനം നമ്മൾ തഹീമെന്ന് ഒരു മദ്ബി ഓർഡർ ചെയ്ത് അപ്പത്തിന് മദ്ബി ഒന്ന് എല്ലാവരും കൂടി ഇരുന്ന് മദ്ബിയൊക്കെ അടിച്ച് കളിയുടെ ക്ഷീണം മാറ്റാൻ വലിയ മജിൽസായിരുന്നു. നല്ല കാല് നിവർത്തിയിരുന്ന് കിടന്ന എല്ലാവരും. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ശരി, നാളെ കാണാം കേട്ടോ. അപ്പം ബൈ.